നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ആട്ടിൻകാട്ടം തിന്ന പുരോഹിതൻ. ആട്ടിൻകാട്ടം ഒരു ആടിൻ്റെ വിസർജ്യ വസ്തുവാണല്ലോ. സാധാരണ നമ്മളൊരു ജീവിയുടെ വിസർജ്യ വസ്തുക്കളൊന്നും ഭക്ഷണം കഴിക്കില്ല. നമുക്കതൊരു നികൃഷ്ടമായിട്ട് നമ്മൾ മാറ്റിക്കളയുള്ളൂ. തൊഴുത്തിൽ നിന്ന് ചാണകം വാരിക്കളയും, ആട്ടിൻ കാഷ്ടമൊക്കെ മാറ്റിക്കളയും, പശുക്കളാണെങ്കിലും ചാണകം വാരിക്കളയും. മനുഷ്യർ തന്നെ വിസർജ്യം വേറെ സ്ഥലത്തേക്കല്ലേ കൊണ്ടുപോയി കളയുക. പക്ഷേ ഇവിടെ ആട്ടിൻ കാഷ്ടം ഒരു പുരോഹിതൻ തിന്നു. ആ പുരോഹിതൻ ആരാണെന്നറിയാമോ? കാശിയിലെ ഒരു രാജാവിൻ്റെ രാജധാനിയിലെ ഒരു രാജപുരോഹിതനാണ്. അതെങ്ങനെ പറ്റിയത്, എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ കഥയിലൂടെ നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ജാതക കഥകളാണ് കേട്ടോ. ധാർമ്മിക ബോധം കുട്ടികളിൽ വളർത്താൻ വേണ്ടിയുള്ള കഥകളാണിത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ചെയ്യലൊക്കെ കഴിഞ്ഞല്ലോ, നിങ്ങളൊക്കെ ചെയ്തത് എനിക്കറിയാം. ഓരോ കഥ കേൾക്കുമ്പോഴും നിങ്ങൾ പുതിയതായിട്ട് ഒരാളെ കൂടെ ഈ കഥയൊന്ന് കേൾപ്പിക്കും, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ ബന്ധുമിത്രാദികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽപ്പക്കക്കാരുണ്ട്. അറിയാതെ പോകുന്നവരെയൊക്കെ ഒന്ന് പറഞ്ഞു ഉണർത്തി കൊടുത്തൂടെ? കഥകളല്ലേ ഇത്, അതും ധർമ്മബോധം ഉളവാക്കുന്ന കഥകൾ. ഞാൻ കഥയിലേക്ക് വരാം. ഈ കഥയുടെ പേര് ആട്ടിൻകാട്ടം തിന്ന പുരോഹിതൻ. എന്താണ്, കാശി രാജ്യത്ത് തന്നെ നടക്കണ കഥയാണ് കേട്ടോ. മിക്കവാറും കഥകളൊക്കെ പുണ്യനഗരമായ കാശിയിൽ ബോധിസത്വൻ എന്ന പേരിൽ ബുദ്ധൻ്റെ ഒരു അംശാവതാരവുമായി ബന്ധപ്പെട്ട കഥകൾ, പ്രകൃതിയിൽ നിന്നുള്ള കഥകൾ, അതൊക്കെയാണ് ജാതക കഥകൾ, ധാർമ്മിക ബോധം ഉണർത്തുന്ന കഥകൾക്കുള്ള പ്രത്യേകതകൾ. അതിൽ ഈ കഥ നടക്കുന്നത് കാശിയിൽ തന്നെ. കാശി രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശിയെ പോലെ ഒരു പുരോഹിതനാണ്, യജ്ഞങ്ങളൊക്കെ നടത്തുന്ന ഒരു പുരോഹിതനാണ് ഇതിലെ ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. ഈ രാജപുരോഹിതൻ രാജകൊട്ടാരത്തിൽ തന്നെയാണ് കേട്ടോ താമസിക്കുക. അതായത് നല്ല സുഖമായ ഭക്ഷണം, സുഭിക്ഷമായ ആഡംബര ജീവിതം, ഇഷ്ടം പോലെ. പക്ഷേ എല്ലാം നല്ല ബുദ്ധിശക്തിയൊക്കെ ഉണ്ട്, നല്ല അറിവൊക്കെ ഉണ്ട്. രാജാവിന് നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്ന ആളുമാണ് ഈ രാജപുരോഹിതൻ. പക്ഷേ എടുത്ത് പറയാവുന്ന ഒരു ദോഷം അപ്പോൾ അത് പറയാം. രാജസദസ്സ് കൂടിയിട്ട് രാജസദസ്സിൻ്റെ മുൻപാകെ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അഭിപ്രായം ആരായാനായിട്ട് രാജാവ് ആ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കുടിവെള്ളത്തിനെതിരെ ക്ഷാമമുണ്ട് രാജ്യത്ത്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മന്ത്രിയോടും ഉപദേഷ്ടാക്കളോടുമായിട്ട് രാജാവ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും. വിഷയങ്ങൾ പുറത്തു കൊണ്ടു കഴിഞ്ഞാണല്ലോ പിന്നെ ഈ പുരോഹിതൻ്റെ പണി. അദ്ദേഹം അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് അതിന് പ്രതിവിധികളും, അതങ്ങനെ ഒരു ക്ഷാമം, ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു പോരായ്മ തൻ്റെ പ്രജകൾക്ക് രാജ്യത്ത് ഉണ്ടാകാനുള്ളൊരു കാരണങ്ങളും അതിൻ്റെ പരിഹാരമാർഗ്ഗങ്ങളും, അദ്ദേഹത്തിന് തോന്നിയ പോലെയുള്ള പരിഹാരമാർഗ്ഗങ്ങളും, അതിൻ്റെ കുറ്റവാളികളായിട്ട് കുറേ പേര് മിക്കവാറും മന്ത്രിമാരെ തന്നെ കൂശുമ്പാണ് അദ്ദേഹത്തിന് ഈ മന്ത്രിമാരോടൊക്കെ. കാരണം എന്താണെന്നറിയാമോ? അവരും രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കുകയല്ലേ. തന്നെ പോലെ നല്ല സുഖമായ ഭക്ഷണം, പട്ടുവസ്ത്രങ്ങൾ, സുഖമായ താമസ സൗകര്യം, രാജാവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പാരിതോഷികം കൊടുക്കുന്നവർക്കൊക്കെ അതൊക്കെ മേടിക്കല്ലേ. പുരോഹിതന് ഈ കിട്ടണതൊക്കെ ഇഷ്ടം, പക്ഷേ വേറെ ആർക്കും കൊടുക്കണം അത്ര വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ പുരോഹിതൻ എന്ത് ചെയ്യും? ആരുടെ ഒരു സാമർഥ്യവും മിടുക്കും ഒരു പ്രാപ്തിയും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും ഒന്നും പുറത്തു വരാത്ത വിധത്തിൽ അദ്ദേഹം അത് പ്രഭാഷണം. ചുരുക്കത്തിൽ എന്തുണ്ടാവുന്നു? രാജാവ് പോലും അവിടെ മന്ത്രിമാരൊക്കെ തന്നെയും ഉപദേശക സമിതിക്കാരും ബാക്കി രാജ്യസഭയിൽ വന്നിട്ടുള്ള ഏത് വിദ്വാനും വിദുഷിക്കുന്നു ഒരക്ഷരം മിണ്ടാനി പുരോഹിതൻ സമ്മതിക്കില്ല. അദ്ദേഹം അവിടെ പ്രഭാഷണത്തിൽ മുഴുവൻ ഈ പുരോഹിതനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കളയാം എന്ന് വിചാരിച്ച രാജാവിന് അതും പറ്റില്ല. കാരണം എന്താ? രാജ്യത്ത് ചില ധാർമ്മികമായ കാര്യങ്ങൾ, ഈ യജ്ഞങ്ങളൊക്കെ നടത്തണേന്, പൂജാവിധികളൊക്കെ നടത്തണേനില്ല. പുരോഹിതൻ വേണ്ടേ? ഇയാളെ പറഞ്ഞു വിട്ട പിന്നെ ഇതാരും നടക്കും. അതുകൊണ്ട് രാജാവ് അങ്ങോട്ട് ധർമ്മസങ്കടത്തിലായി. എന്താ ധർമ്മസങ്കടം?
സാധനത്തിനൊന്നും രാജകൊട്ടാരത്തിൽ നിന്ന് അവർക്ക് വിടാനൊരു നിവൃത്തിയില്ലല്ലോ, വേറെ ഒരു പുരോഹിതനെ കിട്ടിയിട്ടുമില്ല. പിന്നെ എങ്ങനെ ഇയാളുടെ ഈ വാചകമടി, അതായത് ഈ പ്രഭാഷണം കൊണ്ട് തുടങ്ങിയാൽ പിന്നെ നിർത്തലില്ല. നമ്മൾ കേട്ട് മതിയായിട്ട് എണീറ്റ് പോകലുണ്ടാവും. അങ്ങനെയുള്ള ആ പ്രഭാഷണം ഒന്ന് ഒതുക്കത്തിലേക്ക് അയാളുടെ വാചകം ഒന്ന് നിർത്തണം, സംസാരം ഒന്ന് നിർത്തണം. അതിനുവേണ്ടി രാജാവ് പല വഴികളും ആലോചിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാജാവ് തെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ഒച്ചപ്പാടും ബഹളയും കളിയും ചിരിയും തമാശയും കൂവലും കൂക്കലും അവരുടെ ആഹ്ലാദസൂചകമായ ശബ്ദങ്ങളാണ് കേട്ടോ. അതൊക്കെ കേട്ടു. അപ്പോൾ അവിടെ എന്താണ് അവിടെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ തേരവിടെ നിർത്തി. അദ്ദേഹം നഗരപ്രദക്ഷിണം നടത്തുമായിരുന്നു. പെട്ടെന്ന് രാജാവ് നഗരപ്രദക്ഷിണം നടത്തുമ്പോൾ പ്രജകളൊക്കെ എന്തെന്ത് കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കണേന്നൊക്കെ പറഞ്ഞു. എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളിൽ എല്ലാവരും ഒരു കരുതലോടെ ഇരിക്കും. എപ്പോഴാണ് രാജാവ് വരുമെന്ന് കൊടുത്തില്ല. അപ്പോൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടും എല്ലാവരും അടങ്ങി ഒതുങ്ങി സൗകര്യത്തോടെ ആരും തമ്മിലെല്ലാം വെക്കാനൊന്നുമില്ല. അങ്ങനെ രാജ്യം നല്ല ക്ഷേമകരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ പുരോഹിതൻ്റെ ഒരു രാജസദസ്സ് കൂടി മറ്റുള്ളവരൊക്കെ ഒരു കാര്യം രാജാവിനോട് പറയാൻ നിവർത്തികേട് വരുത്തുന്ന ഈ ഒരു സംഭവത്തെ ഒഴികെ ബാക്കി വേറെ ഒന്നും ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ ആ നാട്ടിൽ തന്നെ നമ്മുടെ പോലീസൊക്കെ ഉണ്ട്. അംശാവതാരമായിട്ട് ചെറിയ മനുഷ്യൻ ജീവിക്കുന്നു. അദ്ദേഹം ഒരു സാധാരണ ഭവനത്തിലാണ്. അദ്ദേഹത്തിന് സാമാന്യ വിദ്യാഭ്യാസം കിട്ടിയുള്ളൂ. പക്ഷേ പിള്ളേരിലൊന്നും പോയി പഠിപ്പിക്കാനുള്ള ഒരു അറിവോ അല്ലെങ്കിൽ പ്രാപ്തിയോ ഒന്നും അദ്ദേഹത്തിന് അച്ഛനുണ്ടാക്കില്ല. പക്ഷേ സാമാന്യ വിദ്യാഭ്യാസം കിട്ടി. നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ്. കാര്യങ്ങൾ ചില കലാപരമായ കഴിവുകളൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് ചെറിയ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് കൊച്ചവൻ എന്ന് വിളിക്കുക. ആ വീട്ടിലെ കൊച്ചവൻ, ഈ നാട്ടിലെ കൊച്ചവൻ. ഈ കൊച്ചവൻ കൊച്ചു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ കൊച്ചവൻ എങ്ങനെ രാജ്യത്തെല്ലാം സ്വതന്ത്രമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കുട്ടികളൊക്കെ ആയിട്ട് വലിയ കൂട്ടാണ്. ഇദ്ദേഹത്തിന് പ്രായം ഉണ്ടെങ്കിൽ കുട്ടികളുടെ അത്രയൊക്കെ ഉള്ളൂ. ചെറിയ മനുഷ്യനാണ്. ഉയരവും മണ്ണവും പൊക്കമൊക്കെ അത്രേ ഉള്ളൂ. പിന്നെന്താ മുഖത്ത് നോക്കിയാൽ താടി മീശയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പ്രായപൂർത്തിയായൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ കൊച്ചവനും കൂട്ടുകാരും തമ്മിൽ കുട്ടികളും തമ്മിൽ വളരെ കൂട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില ചെപ്പിടി വിദ്യകളൊക്കെ ഉണ്ട്, മാന്ത്രികപ്പണികളൊക്കെ ഉണ്ട്, സൂത്രപ്പണികളൊക്കെ ഉണ്ട്. അതായത് അമ്മാനമാടുക എന്ന് പറഞ്ഞാൽ ഒരു കല്ല് മേപ്പെട്ടൊക്കെ ഇടും, മറ്റേ ആ കല്ലും കൂടി വരുമ്പോഴേക്കും അത് പിടിച്ചിട്ട് അടുത്തത് ഇടും. അങ്ങനെ 2 കല്ലുണ്ട് അമ്മാനമാടൽ. 3 കല്ല് വെച്ചിട്ട് ഒരു കല്ല് മേപ്പെട്ടൊക്കെ ഇടും, രണ്ടും എല്ലാം കൂടെ പിടിക്കും. അങ്ങനെ മാറി അമ്മാനമാടൽ ഒരുപാട് 7 കല്ലുകൾ കൊണ്ടുവരെ. പിന്നീട് അദ്ദേഹം മേപ്പോട്ടയ്ക്ക് കല്ലങ്ങോട്ട് പൊക്കിയിട്ട് കഴിഞ്ഞ് എല്ലാ കല്ലുകളും പിടിക്കണോട് കൂടിയിട്ട് അത് എത്ര കല്ലുണ്ടെന്ന് എണ്ണി പറയും. അങ്ങനെ കുന്നിക്കുരു മേലോട്ടേക്ക് പിടിക്കുക. ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ ചില ചെപ്പിടി വിദ്യകൾ അല്ലെങ്കിൽ മാന്ത്രിക വിദ്യകളൊക്കെ പറയാം. ഇതൊക്കെ അതുപോലെ തെങ്ങിൻ്റെ ഓല കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ ഓലയും ഈർക്കിലിയും ചില മച്ചിങ്ങ, അതിൻ്റെ ചെറിയ വീണ് പോകാൻ മച്ചിങ്ങ, അതൊക്കെ എടുത്തിട്ട് ചില വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കും. മടക്കലയിൽ കുത്തി തറച്ച് വെച്ചിട്ടൊക്കെ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ ചില കളിപ്പട്ടങ്ങളാണ് ഉണ്ടാക്കുക. കുരുത്തോല കൊണ്ട് കാളയൊക്കെ ഉണ്ടാക്കും. കണ്ട ഒരു കാളയാണെന്ന് തോന്നും. ആ വിധത്തിൽ പമ്പരം ഉണ്ടാക്കും. അതൊക്കെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഇദ്ദേഹം എവിടെ പോവുകയാണെങ്കിലും കൂട്ടത്തിൽ കുറച്ച് പോകും. അവരിങ്ങനെ ഇയാളുടെ ഓരോ സൂത്രപ്പണികളൊക്കെ കാണുമ്പോൾ തപ്പസിച്ച് ജീവിക്കും. വളരെ സന്തോഷമാണ്. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കൊച്ചു മനുഷ്യൻ, ഒരു കൊച്ചവൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഈ കൊച്ചവൻ വേറൊരു സ്ഥിതി. കൊച്ചവൻ ഇങ്ങനെ ധാരാളം തണൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന രാജ്യമാണ് കേട്ടോ കാശി എന്ന് പറയുമ്പോൾ പൊന്നു നഗരം. അവിടെ ധാരാളം മരങ്ങളുണ്ട്. ആ മരങ്ങൾക്കൊക്കെ നല്ല വളമുള്ളത് കൊണ്ട് വളരെ വലുതായി ഇടതൂർന്ന ഇലകളുള്ള ഇലച്ചാർത്തുകളുള്ള വലിയ മരങ്ങളുണ്ട്. അവ വേനൽക്കാലത്ത് നല്ല തണലാണ്. വർഷക്കാലത്തൊക്കെ ആ മഴയിൽ കുളിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങൾ കാണാൻ തന്നെ ഉണ്ടൊരു ഭംഗി. അങ്ങനെയുള്ള ചില വൃക്ഷം, ഒരു ചെറിയ കൈവണ്ടി ഉണ്ട് അദ്ദേഹത്തിന്, ഒരു ഒറ്റക്കാള വലിക്കണം. ആ ഒറ്റക്കാള വലിക്കുന്ന വണ്ടിയിൽ അങ്ങ് പോകും. ഒരു ചക്രം അപ്പം അതിൻ്റെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ചെന്ന് നിർത്തുമ്പോൾ അദ്ദേഹം വണ്ടിയുടെ മുകളിലായിട്ട് കാളയുടെ അടുത്തായിട്ട് ആ വണ്ടിയിൽ ഇത് എവിടെ ഇരുന്നാണോ വണ്ടി ഓടിക്കണേ
ആ വണ്ടിയിൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഇലകളുടെ അടിയിൽ മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വണ്ടി വെക്കും. അപ്പോൾ ആ വണ്ടിയിൽ കരുതി വെച്ചിട്ടുണ്ടാവും. എന്താണെന്നറിയാമോ? ചെറിയ ചെറിയ കല്ലുകൾ. അപ്പോൾ മിക്കവാറും വിജനമായ ഒരു മൈതാനത്തിൽ നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന നല്ല ഇലച്ചാർത്തുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിലെ കൊണ്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ചാക്കിലാക്കിയിട്ട് ഒരുമിച്ച് ചേർത്ത് ശേഖരിച്ച് വെച്ചേക്കണം ചെറിയ ചെറിയ കല്ലുകളും ഉണ്ടാകും. ഈ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു തന്നെത്താൻ ഉണ്ടാക്കിയിരിക്കണ ഒരു സംഗീതോപകരണം ഉണ്ട് അദ്ദേഹത്തിന്. ആ സംഗീതോപകരണം കാണുമ്പോൾ നമുക്ക് തോന്നും വളരെ നിസ്സാരമാണ്. പക്ഷേ അതിൽ നിന്നും വെറുതെ തെങ്ങിൻ്റെ ഓല കൊണ്ട് ചെറിയൊരു പൈപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ ഇങ്ങനെ ചുറ്റി എടുത്തേക്കുക. ഈ പൈപ്പിനെ പതുക്കനാക്കിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നല്ല സുന്ദരമായ സംഗീതം. പി തെങ്ങോല പി. ഇപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്ത് ചില കുട്ടികളൊക്കെ ഉണ്ടാക്കും. ആ തെങ്ങോല പി അങ്ങോട്ട് പോകും. അപ്പോൾ ഈ പിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇന്ന ദിക്കിലാണ് നമ്മുടെ കൊച്ചവൻ വന്നിരിക്കണമെന്ന് കാണുമ്പോൾ കുട്ടികളൊക്കെ ഓടിക്കുന്നു. കളിക്കുന്നിടത്തോട്ട് കളിയൊക്കെ നിർത്തിച്ചെല്ലും. ഇദ്ദേഹം എന്തെങ്കിലും ഒരു സൂത്ര വരെ കാണിച്ചു കൊടുക്കാനാവും. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം ചെയ്യണത് എന്താണെന്ന് അറിയാം. ഈ കല്ലെടുക്കും. ഒരു ചാക്കിൽ കൊണ്ടുവന്നാണ് കല്ല്. ഈ കല്ലെടുത്തിട്ട് മേലോട്ട് വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് എറിയണത് കറക്റ്റായിട്ട് ഒരു ഇലയുടെ തുമ്പത്ത തണ്ടിലാണ് ചെന്ന് കൊള്ളുക. തണ്ടിൽ ചെല്ലുന്ന വഴിക്ക് ആ ഒരില മാത്രം അങ്ങോട്ട് താഴേക്ക് വീഴും. അടുത്ത കല്ലെടുത്ത് പിന്നെ ഒരില വീഴും. ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഇലകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഏറിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് പല പല ആകൃതിയിലാണ് താഴ്ത്തു വന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഇലകൾ വീണ് നല്ലൊരു കുതിരയുടെ ആകൃതി. നോക്കുമ്പോൾ എന്താ, പച്ച ഇലകൾ കൊണ്ട് ഒരു കുതിരയെ പറ്റിച്ച് വെച്ചിടാൻ. ചുവന്ന ഇലകൾ വീഴ്ത്തി, പച്ച പുത്തകിടിയിൽ ചുവന്ന ഇലകൾ എറിഞ്ഞ് വീഴ്ത്തി ഒരു കുതിരയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് വണ്ടി മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഇലകൾ എറിഞ്ഞ് വീഴ്ത്തിക്കൊണ്ട് മറ്റൊരു നായക്കുട്ടിയുടെ രൂപം ഉണ്ടാകും. വേറെ ഒരാൾ അമ്പെയ്യുന്ന രൂപം ഉണ്ടാകും. പിന്നെ ദിക്കിൽ നല്ല കൊമ്പനാനയുടെ രൂപം ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള മൃഗങ്ങളുടെയും രൂപങ്ങൾ ഈ കല്ലുകൊണ്ട് എറിഞ്ഞ് ഇല വീഴ്ത്തി ഭൂമിയിൽ ഇത്തരത്തിലുള്ള രൂപങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ കൊച്ചവന് കഴിയുമായിരുന്നു. അങ്ങനെ കൊച്ചവൻ ഓരോ ഇലകളും വന്ന് വീണ് വരുന്നു ഇങ്ങനെ പറയും. എന്താണെന്ന് പറയാം, ആനയുടെ ആണെങ്കിൽ വെളുത്ത ഇലകൾ നോക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അതുമ്പോൾ എറിയും. ആനയ്ക്ക് കൊമ്പ് വരണു, തുമ്പി വരണു, കാലുകൾ വരുന്നു, ആനയുടെ ചെവിത വിരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് 8-10 ഇലയും കൂടെ വീണ് കഴിയുമ്പോൾ ആനയുടെ ചെവി, ആനയുടെ കാല് വരുന്നു, അപ്പോൾ കാലായിട്ട് കൊമ്പായിട്ട് മാറും. അങ്ങനെ ആനയെ ഉണ്ടാക്കും, സിംഹത്തെ ഉണ്ടാക്കും. പലതരത്തിലുള്ള നിറങ്ങളുള്ള ഇലകൾ മാത്രം തിരഞ്ഞെടുത്ത് പ്രത്യേക തരത്തിൽ വീഴ്ത്തി മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിവുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു ഈ ചെപ്പിടി വിദ്യക്കാരനായ കൊച്ചവൻ. കൊച്ചവൻ ഇങ്ങനെ ഓരോന്ന് വരുന്നു എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ഇല താഴെ വന്നു കഴിയുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമല്ലേ. അവർ കയ്യുകൊട്ടി ആർത്തഹസിച്ചങ്ങോട്ട് ചിരിക്കും. ഈ ചിരിക്കണ ശബ്ദം കേട്ടിട്ടാണ് ഒരു ദിവസം നഗരി പ്രദർശനം നടത്തുന്ന സമയത്ത് രാജാവ് അതുവഴി വന്നു. രാജാവ് വന്ന് ശബ്ദം കേട്ടപ്പോൾ എന്താ വല്ല തമ്മിക്കല്ലൊക്കെയാണോ എന്ന് വിചാരിച്ചു. അതല്ല, കണ്ടുകളിയാണോ? ഇല്ലല്ലോ, എല്ലാവരും അവിടെ കൂടിയിരിക്കുകയാണല്ലോ. നോക്കുമ്പോൾ എന്തൊരു കാളവണ്ടി നിൽക്കുന്നുണ്ട്. ആ കാളവണ്ടിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, ചെറിയൊരു മനുഷ്യൻ, ഇത്തിരി വണ്ണം ഇത്തിരി പൊക്കമൊക്കെ ഒരു കൊച്ചു മനുഷ്യൻ, കൊച്ചവൻ തന്നെ. അങ്ങനെ അവിടെ ചെന്ന് രാജാവ് സേവകന്മാരോട് പറയും, എന്താണ് അവിടെ നടക്കുന്നത്, ഒന്ന് പോയി നോക്കും. അവിടെ ചെന്നിട്ട് നോക്കി കഴിയുമ്പോൾ കാണുന്നത് എന്താ, അവിടെ ആ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കല്ലുകളെടുത്ത് ഇലകൾ എറിഞ്ഞ് വീഴ്ത്തുകയാണ്. ആ വീഴുന്ന ഇലകൾ കൊണ്ട് താഴെ മനോഹരമായ മൃഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ടാണ് കുട്ടികൾ ചിരിക്കുന്നത്. ആഹാ, അത് ഒരു അത്ഭുതം തന്നെയാണല്ലോ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് രാജാവ് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയും ഒരു കലാകാരന്, നല്ലൊരു കലാരൂപമാണല്ലോ ഇദ്ദേഹം ഉണ്ടാക്കുന്നത്. വേഗം അദ്ദേഹത്തെ അടുത്ത് വിളിച്ചു. അദ്ദേഹം വേഗം ചെയ്തു. അദ്ദേഹം ആദ്യം വിചാരിച്ചെന്താണോ, അയ്യോ മരത്തിൻ്റെ ഇലയൊക്കെ എറിഞ്ഞ് വീഴ്ത്തുന്നതിന് തന്നെ ശിക്ഷിക്കാനാണ് രാജാവ് വിളിക്കുന്നതെന്ന് വെച്ച് പേടിച്ച് വിറച്ച് ഈ കൊച്ചവൻ രാജാവിൻ്റെ അടുത്തുനിന്ന്
അപ്പം രാജാവ് പുറത്ത് തട്ടിയിട്ട് വളരെ മിടുക്കൻ എങ്ങനെ പഠിച്ചു ഈ വിദ്യ എന്നൊക്കെ ചോദിച്ച് താൻ ഈ രൂപങ്ങളുടെ അഭിനന്ദിക്കുക വേണ്ടേ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഇദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ കൊടുക്കണം, നമ്മുടെ രാജകൊട്ടാരത്തിലേക്ക് വിളിക്കൂ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. എന്നിട്ട് വലിയ സേവകന്മാരെ കൊണ്ട് അദ്ദേഹത്തെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ ആലോചിച്ചു, ഈ മനുഷ്യന് ഉന്നം തെറ്റാതെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കുറച്ച് ഉയരത്തിൽ നിന്നുകൊണ്ട് താഴേക്ക് എറിയാനായിട്ട് എഴുതി വീഴ്ത്താനായിട്ട് സാധിക്കുമോ, കൃത്യമായിട്ട് എറിഞ്ഞു വീഴ്ത്താൻ കഴിയുമോ എന്നൊന്ന് നമുക്ക് പരീക്ഷിച്ച് നന്നായി സാധിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് സാധിക്കും, ഞാൻ ചെയ്യാറുണ്ടെന്ന്. എന്നാൽ ശരി, വരൂ, രാജകൊട്ടാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഈ കൊച്ചവനെ രാജകൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉന്നം തെറ്റാതെയുള്ള ആ ഇലകൾ എറിഞ്ഞു വീഴ്ത്തുന്നതും അതുവഴി മൃഗങ്ങളുടെയും മറ്റു പല രൂപങ്ങളും ഉണ്ടാക്കുന്നതുമായ ആ കഴിവ് കണ്ട് അഭിനന്ദിക്കാനായിട്ട് രാജാവ് അദ്ദേഹത്തെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് ഈ ആട്ടിൻ കാഷ്ടം തിന്ന പുരോഹിതൻ എന്ന കഥയുടെ ഒന്നാം ഭാഗം. ഈ കഥയുടെ രണ്ടാം ഭാഗം നിങ്ങൾക്ക് കേൾക്കണ്ടേ? എന്തുണ്ടായി? രാജാവ് അപ്പം മനസ്സിൽ വിചാരിച്ചത്, എൻ്റെ രാജപുരോഹിതൻ്റെ വായൊന്ന് അടപ്പിച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടോ, എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കാൻ പറ്റുമോ എന്നറിയാനായി ഇദ്ദേഹത്തിനെ കൊണ്ടുപോയത്. നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന് കൊച്ചവൻ വിചാരിച്ച പുരോഹിതൻ്റെ വായ ഒന്നങ്ങോട്ട് വിശ്രമിപ്പിക്കാൻ പറ്റുമോ നോക്കാം. അടുത്ത നാളെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ രണ്ടാം ഭാഗം. എല്ലാവരും കേൾക്കണം. നിങ്ങൾക്കും ആഗ്രഹമില്ലേ എങ്ങനെ രാജപുരോഹിതനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് അറിയാനായിട്ട്? ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. പൈസ ചിലവൊന്നും ഇല്ലല്ലോന്നേ, ഒന്ന് ചെയ്തുകൂടെ? കഥയല്ലേ ഇത്? കഥകളുടെ സാഗരം എൻ്റെ ചാനലാണ്.